കോഴിക്കോട് MP ശ്രീ M K രാഘവൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ M K രാഘവൻ, താങ്കൾ ഈ വിഷയം അറിഞ്ഞു, ഇതിൽ ഇടപെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കർണാടക അവിടെ ആരോടെങ്കിലും സംസാരിച്ചോ കർണാടക സർക്കാരിലെ? ഞാൻ ഇന്ന് രാവിലെ കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി DK ശിവകുമാറായി സംസാരിച്ചു. അവരെല്ലാം തന്നെ ഈ മണ്ണിൽപ്പെട്ടിട്ടുള്ള വാഹനവും ആളുകളെ രക്ഷപ്പെടുത്താൻ എല്ലാ ശ്രമങ്ങളും ഇന്ന് വീണ്ടും നേവിയെ വെച്ച് ആരംഭിച്ച് കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് കാലാവസ്ഥ പ്രതികൂലമാണ് അവിടെ തൊട്ടടുത്തുള്ള പുഴയാണെങ്കിൽ കവിഞ്ഞൊഴുകുന്നു, വണ്ടികൾ പോലും ഒലിച്ചു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ പ്രതികൂലമായ കാലാവസ്ഥയാണെങ്കിൽ പോലും ഇന്ന് അവരെല്ലാം തന്നെ എങ്ങനെയെങ്കിലും അർജുൻ, പ്രത്യേകിച്ച് വേങ്ങേരിയാണ് അദ്ദേഹത്തിന്റെ വീട്, അദ്ദേഹത്തെ എങ്ങനെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ നടന്നു വരുന്നു എന്നാണ് ഇന്ന് രാവിലെ ഡെപ്യൂട്ടി മുഖ്യമന്ത്രി, കർണാടക ഡെപ്യൂട്ടി മുഖ്യമന്ത്രി DK ശിവകുമാർ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഇന്നലെ തന്നെ അവിടുത്തെ നോർത്ത് കേന്ദ്ര SP-യുമായി സംസാരിച്ച് SP സ്പോട്ടിലുണ്ട്, പക്ഷെ നാരായണ സ്പോട്ടിലുണ്ട്. അദ്ദേഹത്തോട് പറഞ്ഞത് 2 ദിവസമായി സ്പോട്ടിൽ, പക്ഷെ അവർക്ക് അടുക്കാൻ കഴിയില്ല, ഹെവി റെയിൻ അടുക്കാൻ കഴിയുന്നില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും ഇന്ന് നേവി വന്നു, അത് റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ശ്രീ അർജുനെ രാഘവൻ, ഇപ്പം ജിതിൻ അർജുന്റെ ബന്ധുവാണ്, അർജുന്റെ ഭാര്യയുടെ സഹോദരനാണ്. അവിടെ ആ സ്പോട്ടിൽ ജിതിൻ ഉണ്ടായിരുന്നു. അപ്പൊ ജിതിൻ പറയുന്നത് അവിടെ ഒരു തരത്തിലുള്ള തെരച്ചിലും നടക്കുന്നില്ല, ആരുമില്ല, ആകെ ഒരു ഹിറ്റാച്ചി മാത്രമാണ് ഈ മണ്ണ് മാറ്റാൻ ഉള്ളത് എന്നുള്ളതാണ്. അത് കാരണം നമുക്ക് ഇപ്പം ആകെ ഒരു ഹോപ്പ് ഉള്ളത് ഇന്നലെ രാത്രി വരെ ആ ലോറിയുടെ എഞ്ചിൻ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഒരു വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ രക്ഷാപ്രവർത്തനം, ഈ തെരച്ചിൽ എത്രയും പെട്ടെന്ന് നടക്കേണ്ടതുണ്ടല്ലോ. അതെ, ഞാനിപ്പോ ഇന്ന് രാവിലെ ഞാനൊരു അരമണിക്കൂർ മുമ്പാണ് ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതിനോട് നേവി അതിന്റെ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് അറിയിച്ചത്. SP-യും പറഞ്ഞതാണ്. ഞാൻ ഒന്നും കൂടി ഇപ്പോൾ അവരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ M K രാഘവൻ സംസാരിച്ചതിന്. അദ്ദേഹം കർണാടകയുടെ ഉപമുഖ്യമന്ത്രി DK-യുമായി സംസാരിച്ചു. നേവി ഇന്ന് ഈ അപകടം നടന്നൊരു സ്ഥലത്തേക്ക് എത്തും എന്നുള്ളതാണ് അദ്ദേഹത്തിന് MP-ക്ക് ലഭിച്ചിരിക്കുന്ന ഉറപ്പ് കർണാടക ഉപമുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന്.